അതല്ലേ യശോദ അതിന്റെ ശരി. ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ, യശോദയ്ക്കും തിരുമേനിക്കും തന്നു കഴിഞ്ഞതിൽ ബാക്കിയുള്ള അല്പസ്നേഹം അതേ വേണ്ടു എനിക്ക്. ഞാനും അവളും തല്ലുകൊണ്ട് മടുത്തു. എടാ, ഞങ്ങളെ കിടത്തിയിരിക്കുന്ന മുറിയിലെ വേറെ 2-3 പേരും കൂടെ ഉണ്ട്. മിണ്ടിക്കഴിഞ്ഞ തല്ല. മുത്തശ്ശി മിണ്ടുന്ന അങ്ങനെയായിരിക്കും. ഇതൊക്കെ ദൈവശാപ മുത്തശ്ശി. മുത്തശ്ശി ആ രാധികയോട് ചെയ്തു കൂട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞു. അതിനൊക്കെ എങ്ങനെയാ ശിക്ഷ കിട്ടാതിരിക്കുക? നീ ഞങ്ങളെ രക്ഷിക്കാൻ വന്നതാണോ അതോ ശിക്ഷിക്കാൻ വന്നതാണോ? ഉള്ള കാര്യം പറയാലോ മുത്തശ്ശി. പ്രിയങ്ക അഭിനയിക്കാൻ നടക്കുന്നതിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഞാൻ കൂട്ടിവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. നീ ഒരു പുണ്യാളൻ. എടാ, എന്റെ മോളുടെ കയ്യിൽ നിന്ന് നീ തട്ടിപ്പറിച്ചെടുത്ത കാശുണ്ടായിരുന്നെങ്കിലേ ഞങ്ങളിപ്പോ കോടീശ്വരരായിട്ട് ജീവിക്കുമായിരുന്നു. തെമ്മാടിത്തരം ചെയ്ത നീയാ ഇപ്പൊ ഞങ്ങളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത്. വൃത്തികെട്ടവൻ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് കിടന്നിട്ടെങ്കിലും ഈ സ്വഭാവം ഒന്ന് മാറ്റിയെടുത്താൽ മതി. എന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ലടാ. ഇവിടെ നിന്നല്ല, ലോകത്തെവിടെ ചെന്നാലും സുകുമാരിക്ക് നിലനിൽക്കാൻ അറിയാം. ഞാനും എന്റെ പ്രിയങ്കമോളും ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ. ഒരെണ്ണത്തിനെ വെറുതെ വിടില്ലല്ലോ ഞങ്ങള്. നിന്റെ ആ സിനിമാക്കാരനില്ലേ ഞങ്ങളെ പോലീസിൽ പിടിച്ചു കൊടുത്തവര്, അവരെ കാണുകയാണെങ്കിൽ പറഞ്ഞേക്ക്, അവരൊന്നും ഇനി നേരെ ചൊവ്വ ജീവിക്കില്ലെന്ന്. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? എന്തെങ്കിലും ചെയ്ത് രക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് ഞാൻ വന്നത്. അപ്പൊ അവരുടെ അഹങ്കാരം കണ്ടില്ലേ? നീ എന്നെ രക്ഷിക്കണ്ടടാ. നീ നിന്റെ വഴിക്ക് പൊയ്ക്കോ. എന്തായാലും നിന്നെ കണ്ടിട്ടല്ലല്ലോ സുകുമാരിയും പേരക്കുട്ടിയും ജീവിക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പൊയ്ക്കോ, പൊയ്ക്കോടാ. എല്ലാവരുടെയും കണക്ക് തീർക്കുന്ന കൂട്ടത്തിലെ നിന്റെ കണക്ക് ഞങ്ങൾ തീർത്തോളാം. ഈ തള്ള നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. ഇരിക്കും മേഡം. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാര്യമായിട്ടൊന്നും വേണമെന്നില്ല. മോള് പാചകം ചെയ്തൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. കൈപുണ്യത്തിന്റെ കാരണം എന്താന്ന് ചോദിക്കുമ്പോ അവള് പറയുന്ന പേര് യശോദയെന്നാ. മോളും അങ്ങോട്ടേ ഇരിക്കേ. അമ്മ ഒന്നിരുന്നേ, ഇരിക്കേ. ഇന്ന് ഈ 2 അമ്മമാരും കൂടിയാ എന്നെ ഊട്ടുന്നേ, തുല്യ അവകാശത്തോടെ. അച്ഛാ, അങ്ങനെയല്ലേ വേണ്ടേ? സ്നേഹത്തിന്റെ നീതി എന്താണെന്ന് എന്റെ മോക്ക് നന്നായിട്ട് അറിയാം മാഡം. യശോദേ, വാരി കൊടുക്കുക. എന്റെ നാവിൽ ആദ്യത്തെ വറ്റ് തൊട്ട് തന്നത് ദേ ഈ അമ്മയാ.
എന്താ യശോദ ഇത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ദേവേട്ട? അവളെ കാണിച്ചത് കണ്ടില്ലേ? അതല്ലേ യശോദ അതിന്റെ ശരി. ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ, യശോദയ്ക്കും തിരുമേനിക്കും തന്നു കഴിഞ്ഞതിൽ ബാക്കിയുള്ള അല്പസ്നേഹം അതേ വേണ്ടു എനിക്ക്. കഴിക്കുമോളെ. അമ്മ, എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ അച്ഛൻ എന്നെ വളർത്തിയത്? അച്ഛൻ്റെ അമ്മ പോലും നിഷേധിച്ചിട്ടും എന്നെ അച്ഛൻ ചേർത്ത് പിടിച്ചതാ. പലതവണ പുറത്താക്കി വാതിലടയ്ക്കാൻ പറഞ്ഞിട്ടും. അങ്ങനെയാണെങ്കിൽ എന്റെ മോളോടൊപ്പം ഞാനും പുറത്തു പോകുന്നു പറഞ്ഞതാ അച്ഛൻ. അങ്ങനെ ഒരു തീരുമാനം അച്ഛൻ എടുത്തില്ലായിരുന്നെങ്കിൽ അമ്മ ഇന്ന് എന്നെ കാണില്ലായിരുന്നു. മാഡം, ഇവളുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ആപത്തിനെ കുറിച്ചുള്ള ശങ്കകളായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. ഇനിയിപ്പോൾ അതുണ്ടാവില്ല. ഇവൾക്ക് കാവലായി ഇവളുടെ പെറ്റമ്മയെ തന്നെ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കഴിക്കൂ മാഡം.